നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴും ദൈവം രക്ഷപ്പെടാനായി തന്നെ ചില അവസരങ്ങൾ നമുക്ക് നൽകും. അത് എപ്പോഴും നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ പലപ്പോഴും അത് തിരിച്ചറിയണം എന്നില്ല. എന്നാൽ ചെറുതും വലുതുമായ തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ അഥവാ ധനതടസ്സം നേരിടുന്നവർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആത്മീയപരമായി ഉയരുവാനും ആഗ്രഹങ്ങൾ എല്ലാം നടക്കുവാനും ദൈവം ഒരു അവസരം തന്നെ നിങ്ങൾക്ക് നൽകും. ആത്മീയമായി വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങൾ ഇന്നു മുതൽ എന്നും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുക തന്നെ ചെയ്യും. ദിവസത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള ദിവസങ്ങൾ. ഇതിൽ പീക്കായി വരുന്നത് അഥവാ പീക്ക് ദിവസമായി വരുന്നത് ഓഗസ്റ്റ് 8 ആകുന്നു. 8/8/2024. ഇതിൽ 2024 കൂട്ടുമ്പോൾ, അതായത് 2 + 0 + 2 + 4 കൂട്ടുമ്പോൾ 8 വരുന്നു. അതിനാൽ ഈ വർഷം ലയൺസ് ഗേറ്റ് വരുന്നത് ഒരുപാട് പ്രത്യേകതകളോടെയാകുന്നു എന്നതാണ് വാസ്തവം. 8 എന്നാൽ ഇൻഫിനിറ്റി എന്നും അർത്ഥം വരുന്നതാകുന്നു. അതിനാൽ തന്നെ സ്വർഗത്തിലേക്കുള്ള വാതിൽ അഥവാ ദേവലോകത്തിലേക്കുള്ള വാതിൽ ഇന്നേ ദിവസം തുറക്കപ്പെടും എന്നാണ് വിശ്വാസം. എന്നാൽ നാം എന്ത് തന്നെ ഇന്നേ ദിവസം പ്രാർത്ഥിച്ചാലും അത് ഫലിക്കുക തന്നെ ചെയ്യുന്നതുമാകുന്നു. ഈ ദിവസങ്ങളിൽ നാം ചില വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്നതാണ് വാസ്തവം. നിത്യേനെ പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ, അതായത് നിത്യവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യണം എന്നാണ് പറയുക. ധ്യാനിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അനുഗ്രഹം ആ വ്യക്തികളിലേക്ക് പെട്ടെന്ന് വന്നു ചേരും എന്നാണ് പറയുക. പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. ദേവീക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുന്നത് ശുഭകരമാണ്. എന്നിരുന്നാൽ പോലും ദുർഗാദേവിയുടെ വാഹനമാണ് സിംഹം. അതിനാൽ തന്നെ ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഈ സമയം ദേവിക്കായി വഴിപാടുകൾ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ ധനം സമർപ്പിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അതേപോലെ തന്നെ ഈ സമയം നരസിംഹസ്വാമിയെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നാണ് പറയുക. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാകുന്നു. ശ്രാവണ മാസം അതോടൊപ്പം രാമായണ മാസം ആണ് എന്ന പ്രത്യേകതയുമുണ്ട്. അമാവാസി കൂടി കഴിഞ്ഞു വരുന്ന നാളുകളിൽ അതിനാൽ കൂടുതൽ ശക്തി അനുഭവിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ, അതായത് ഈ ദേവതകളെ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ വീടുകളിൽ ഇരുദേവതകളെ പ്രാർത്ഥിക്കുന്നതും ഇരുദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. എന്നാൽ ചിലർക്ക് മാത്രം സിങ്ക്രോണോസിറ്റി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. റിപ്പീറ്റായി നമ്പറുകൾ കാണുന്നു. ഇത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ റിപ്പീറ്റായി നമ്പറുകൾ കാണുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ നമ്പറുകൾ കാണുന്നത്? ഇതേക്കുറിച്ച് വിശദമായി തന്നെ, അഥവാ ഓരോ നമ്പർ കാണുന്നതിൻ്റെ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുകയാണ് എങ്കിൽ പൂർണ്ണമായ അർത്ഥം നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. ഇതെല്ലാം ഇഷ്ടദേവത നിങ്ങളിലെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകുന്നു എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ഉറപ്പായും ധ്യാനിക്കുന്നത് ഉത്തമം തന്നെയാണ്, അഥവാ ധ്യാനം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എത്ര സമയമാണ് ധ്യാനിക്കേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. 17 മിനിറ്റാണ് ധ്യാനം ചെയ്യേണ്ടത്. 1 + 7 8. അതിനാൽ തന്നെ ഇത്രയും സമയം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ചില സവിശേഷമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു.
ഇഷ്ടദേവതയുടെ സാന്നിധ്യം, അത് ഏത് ദേവതയാണ് എങ്കിലും ആ ദേവതയുടെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടറിയുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ ധ്യാനിക്കണം. മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ഏകാഗ്രതയോടെയും നിങ്ങൾ ധ്യാനിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ ഈ സമയം ചില വസ്തുക്കൾ പ്രത്യേകിച്ചും വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ശുഭകരമാകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ചുവന്ന പട്ടാകുന്നു. ചുവന്ന പട്ട് വീടുകളിൽ കൊണ്ടുവരികയും അത് പൂജാമുറിയിൽ വയ്ക്കുകയും നിത്യവും വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ സിന്ദൂരം, അത് പൂജിച്ചതായ സിന്ദൂരം, ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചതായ സിന്ദൂരം വീടുകളിൽ കൊണ്ടുവരുന്നതും നിത്യവും നിങ്ങൾ അണിയുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. വന്നു ചേരേണ്ട ശത്രുദോഷങ്ങളെ പോലും ഒഴിവാക്കുവാൻ സാധിക്കും. അപകടങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും. ഐശ്വര്യങ്ങൾ വന്നു ചേരും. നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കി പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ചുവന്ന വസ്ത്രം ഈ സമയം വീടുകളിൽ വാങ്ങിക്കൊണ്ടുവരുന്നതും അണിയുന്നതും ഏറ്റവും ശുഭകരമാണ്. ഏവർക്കും വസ്ത്രം വാങ്ങുവാൻ സാധിക്കണം എന്നില്ല. അങ്ങനെയെങ്കിൽ ചുവന്ന തുവാലയെങ്കിലും നിങ്ങൾ വാങ്ങുകയും അവ കയ്യിൽ കരുതുന്നതും ശുഭകരം തന്നെയാകുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതായ ഒരു വസ്തുവാണ് ശർക്കര വീടുകളിൽ ഈ സമയം വാങ്ങിക്കൊണ്ടുവരുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. അതിൽ ആദ്യത്തേതായ കാര്യം ചുവന്ന പൂക്കൾ നിത്യവും സമർപ്പിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും കർക്കിടകം ജന്മമാസമാണ് എങ്കിൽ, കർക്കിടകം രാശിയിൽ ജനിക്കുന്നവരാണ് എങ്കിൽ ഇപ്രകാരം നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്നാണ് പറയുക. അതായത് നിങ്ങൾ തീർച്ചയായും പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും സ്ത്രീകൾ വീടുകളിലേക്ക് ചുവന്ന കുപ്പിവളകൾ കൊണ്ടുവരുന്നതും അവ ദേവിക്കായി സമർപ്പിക്കുന്നതും കൂടാതെ ചുവന്ന കുപ്പിവളകൾ ധരിക്കുന്നതും അഥവാ കൈകളിൽ അണിയുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തലവര തന്നെ മാറും എന്ന് പറയാം. ഈശ്വരാനുഗ്രഹം ഇരട്ടിക്കുന്നതാകുന്നു, അഥവാ ദേവീ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. ദേവിയുടെ അഥവാ ഈശ്വര കടാക്ഷം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കൂ, അഥവാ ഈ വീഡിയോ തന്നെ കാണുവാൻ സാധിക്കൂ. കൂടാതെ ഈ സമയം നെഗറ്റീവായ ചിന്തകൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടുള്ളതല്ല. അത്തരത്തിൽ വരികയാണ് എങ്കിൽ തീർച്ചയായും ആ സമയം ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയോ ഇഷ്ടദേവതയെ സ്മരിക്കുകയോ ചെയ്യണം. അമിതമായി തന്നെ ഒന്നും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അതായത് അമിതമായി ആഹ്ലാദിക്കുവാൻ പാടുള്ളതല്ല, അമിതമായി ദുഃഖിക്കുവാൻ പാടുള്ളതല്ല. ദുഃഖം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഇഷ്ടദേവതയെ ഭജിക്കുക. അമിതമായ ചെലവ് ഒഴിവാക്കേണ്ടതാകുന്നു. ദേഷ്യം ഈ സമയം നിങ്ങൾ കുറയ്ക്കണം. യാത്രകൾ, അതായത് അമിതമായ യാത്രകൾ, പിന്നീട് മാറ്റി വയ്ക്കുവാൻ സാധിക്കുന്നതായ യാത്രകൾ നിങ്ങൾ കുറയ്ക്കുക. കൂടാതെ ഇഷ്ടകാര്യങ്ങൾ കൂടുതലായി ഈ സമയം ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ ദിവസങ്ങൾ സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും.